നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി പേജ് നമ്പർ 26 ആണ്. 26th പേജിലുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപേ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമുക്ക് അടുത്തടുത്ത 2 ടേമുകൾ, അതായത് 3 ടേമുകൾ അല്ലെങ്കിൽ 5 ടേമുകൾ, 7 ടേംസ് അല്ലെങ്കിൽ ഓഡ് നമ്പറുകൾ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ അറിയാം. സമ്മ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാനും അറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 4th ടേം എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന പെയറുകളുടെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് 3rd and 5th. കണ്ടോ, 4th തന്നിരിക്കുന്നത്, അപ്പോൾ 3rd ഉം 5th ഉം ഈക്വൽ ഡിസ്റ്റൻസിലാണ് അല്ലേ. അപ്പോൾ 3rd and 5th, അപ്പോൾ നമുക്ക് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 3rd ടേം പ്ലസ് 5th ടേം ഇസ് ഈക്വൽ ടു എന്താണ് വേണ്ടത്? നമ്മുടെ മിഡിൽ ടേം എത്രയായിരുന്നു? 4th ടേം 8 ആണ് അല്ലേ. അപ്പോൾ അത് 2 times മിഡിൽ ടേം, അപ്പോൾ 2 into 4th ടേം ഇസ് ഈക്വൽ ടു 2 into 4th ടേം എത്രയായിരുന്നു? 8. അപ്പോൾ 2 8s are 16. അപ്പോൾ 16 ആണ് നമ്മുടെ എന്ത്? സം ഓഫ് 3rd ടേം ആൻഡ് 5th ടേം. ഇനി 2nd and 6th ടേം, അതിൻ്റെ സം എത്രയാണെന്ന്. അപ്പോൾ നമുക്ക് 2nd പ്ലസ് 6th ടേമിൻ്റെ സം ഇസ് ഈക്വൽ ടു ഇതുപോലെ തന്നെ 2 times 4th ടേം, അതായത് 4th ടേം എന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ ടേം ആണ് വരുന്നത്. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 2 into 8, ദാറ്റ്സ് ഓൾസോ ഇസ് ഈക്വൽ ടു 16. അതും അതിൻ്റെ സം എന്ന് പറയുന്നത് 16 തന്നെയാണ്. ഇനി ഫസ്റ്റ് ടേമും 7th ടേമിൻ്റെ സമ്മ്, അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 7th ടേം ഇസ് ഈക്വൽ ടു 2 ടേം അതിലുള്ളത് അല്ലേ. അപ്പോൾ 2 times മിഡിൽ ടേം. മിഡിൽ ടേം എന്ന് പറയുന്നത് നമ്മുടെ 4th ടേം ആണ്. അപ്പോൾ 2 into 4th ടേം എത്രയാണ്? 8. ദാറ്റ്സ് ഓൾസോ ഇസ് ഈക്വൽ ടു 16. കണ്ടോ, അപ്പോൾ ആ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഏത് 2 ടേം എടുത്താലും അതിൻ്റെ സം എന്ന് പറയുന്നത് 2 times മിഡിൽ ടേം ആണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ എല്ലാ സമ്മ് നമുക്ക് എന്ത് കിട്ടി? 16 കിട്ടി. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് 3rd, 4th and 5th ടേംസ്? ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് 3rd ഉം 5th ഉം തമ്മിലുള്ള സമ്മായിരുന്നു. ഇനി 3rd ഉം 4th ഉം 5th ഉം ഈ 3 ടേമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? അപ്പം 3rd ടേം പ്ലസ് 4th ടേം പ്ലസ് 5th ടേം ഇസ് ഈക്വൽ ടു, ഇതിൽ എത്ര ടേം വരുന്നുണ്ട്? 3 ടേംസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 3 മൾട്ടിപ്ലൈഡ് വിത്ത് മിഡിൽ ടേം. ഇതിൻ്റെ മിഡിൽ ടേം ഏതാണ്? 4th ടേം. അപ്പോൾ 3 മൾട്ടിപ്ലൈഡ് വിത്ത് 4th ടേം എത്രയാണ്? 8. അപ്പോൾ 3 8s are 24. അപ്പോൾ ഈ 3 ടേമിൻ്റെയും കൂടി സം എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ദ 5 ടേംസ് ഫ്രം ദ 2nd to the 6th? 2nd ടേം മുതൽ 6th ടേം വരെയുള്ള ടേമുകളുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ നമുക്ക് 2nd ടേം പ്ലസ് 3rd ടേം പ്ലസ് 4th ടേം പ്ലസ് 5th ടേം പ്ലസ് 6th ടേം, ഇതുവരെ എത്ര ടേമുകളുണ്ട്? 5 ടേമുകളുണ്ട് അല്ലേ. അപ്പോൾ 5 എത്ര ടേം ഉണ്ടോ ആ നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് മൾട്ടിപ്ലൈഡ് വിത്ത് മിഡിൽ ടേം. മിഡിൽ ടേം എന്താണ്? നമ്മുടെ 4th ടേം ആണ്. അപ്പോൾ എന്ത് കിട്ടി? 5 മൾട്ടിപ്ലൈഡ് വിത്ത് 4th ടേം എത്രയാ? 8 ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 5 8s are 40. അപ്പോൾ ഈ 5 ടേമുകളുടെ സം എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സം ഓഫ് 7 ടേംസ് ഫ്രം ദ 1st to 7th? ഫസ്റ്റ് ടേം മുതൽ 7th ടേം വരെ നമുക്ക് 7 ടേംസ് വരും. അതിൻ്റെ സം എന്തായിരിക്കുന്നു? ഫസ്റ്റ് ടേം പ്ലസ് 2nd ടേം പ്ലസ് 3rd ടേം പ്ലസ് 4th ടേം പ്ലസ് 5th ടേം പ്ലസ് 6th ടേം പ്ലസ് 7th ടേം ഇസ് ഈക്വൽ ടു മൊത്തം എത്ര ടേമുകളുണ്ട്? 7 ടേമുകൾ. അപ്പോൾ 7 മൾട്ടിപ്ലൈഡ് വിത്ത് മിഡിൽ ടേം എന്താണ്? 4th ടേം. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 7 മൾട്ടിപ്ലൈഡ് വിത്ത് 4th ടേം 8 ആണ്. അപ്പോൾ 7 8s are 56. അപ്പോൾ ഈ 7 ടേമുകളുടെ സം എന്ന് പറയുന്നത് എന്താണ്? 56. അപ്പോൾ വളരെ ഈസി അല്ലേ നമുക്ക് ടേമുകൾ ഇതുപോലെ തന്നു കഴിഞ്ഞാൽ പെയറുകളുടെ സമ്മ് കാണാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ 9th, 10th and 11th ടേംസ് 90, അതും തന്നിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് തന്നിരിക്കണേ. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 2 ആണ്. 9th ഉം 10th ഉം 11th ഉം ഈ 3 ടേമുകളുടെ സം എന്ന് പറയുന്നത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ എങ്ങനെ നമുക്ക് ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് തന്നിരിക്കുന്നത് 9th ടേം പ്ലസ് 10th ടേം പ്ലസ് 11th ടേം, ഈ 3 ടേമും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് തന്നിരിക്കണേ? 90 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ മിഡിൽ ടേം എന്താ വരുന്നത്? 10th ടേം ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക്
സമ്മ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ ടേം കാണാൻ പറ്റും. 10th ടേം ഇസ് ഈക്വൽ ടു 3 ടേംസ് അല്ല ഇവിടെ മൊത്തത്തിൽ വരുന്നത്. അപ്പം മൊത്തത്തിലുള്ള സമ്മിൻ്റെ 1/3 പോർഷൻ ആയിരിക്കും നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 ടേംസ് ആയതുകൊണ്ട് 1/3 ഇൻറ്റു മിഡിൽ ടേം നമ്മുടെ സം എത്രയാണ് 90. അതായത് 90 ഡിവൈഡഡ് ബൈ 3 അങ്ങനെ പറയാം. 90 ഡിവൈഡഡ് ബൈ 3 അപ്പോൾ എത്രയാണ് വരിക 30 അല്ല. അപ്പോൾ നമ്മുടെ 10th ടേം എന്താണ് 30. ഇനി ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വെച്ചിട്ട് ഫസ്റ്റ് ടേമോ സെക്കൻഡ് ടേമോ ഏത് വേണമെങ്കിൽ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു നമ്മുടെ 10th ടേം വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടേം കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ അത് പിന്നിലേക്കുള്ള ടേമാണ് കണ്ടുപിടിക്കണേ അല്ലേ. അപ്പോൾ 30 ആ 10th ടേം മൈനസ് ചെയ്യണം. മുന്നിലേക്കുള്ള ടേം ആയിരുന്നെങ്കിൽ ഇപ്പോൾ 20 ടേമോ 25th ടേമോ ചോദിച്ചിരിക്കെങ്കിൽ പ്ലസ് ചെയ്യണം. പിന്നെ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് 10 - 1 ഈസ് ഈക്വൽ ടു 9 അല്ലേ. അപ്പോൾ 9 ടൈംസ് കോമൺ ഡിഫറൻസ് എത്രയാണ് തന്നിരിക്കണേ 2. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് പൊസിഷനിലെ ഡിഫറൻസ് 9 ആണ്. അത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് നമ്മുടെ 10th ടേമിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 30 - 9 2s are 18. 30 - 18 എത്രയാണ് 12. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്ത് കിട്ടി 12 എന്ന് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുകൂടെ. സെക്കൻഡ് ടേം എന്താ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 2 ആണെന്ന്. അപ്പോൾ 12 + 2 14. പിന്നെ തേർഡ് ടേം അല്ലെ ഫസ്റ്റ് 3 ടേംസ് ആണ് കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 14 + 2 16. അപ്പോൾ കണ്ടോ. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത് 12 14 16 കണ്ടോ. അപ്പോൾ മിഡിൽ ടേം ആദ്യം കണ്ടുപിടിക്കുക സമ്മിൽ നിന്ന്. ഇപ്പോൾ 5 ടേംസിൻ്റെ സം ആണെങ്കിൽ ആ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ 5 കൊണ്ട് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ മിഡിൽ ടേം കണ്ടുപിടിച്ചു. പിന്നെ ഫസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് ആ ടേം ഫസ്റ്റ് ടേം ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. എത്ര പൊസിഷൻ ഡിഫറൻസ് ഉണ്ട് ആ ടേംസ് മൾട്ടിപ്ലൈഡ് വിത്ത് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. പിന്നെ ജസ്റ്റ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു മോഡലും നിങ്ങൾ അറിഞ്ഞു വെക്കുക. അതേപോലെ തന്നെ സമ്മ് കാണാനുള്ള പെയർ വെച്ചിട്ട് സമ്മ് കാണാനുള്ള നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനും വളരെ ഈസിയാണ് അല്ലേ. ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്